ബില്ലുകൾ ഒപ്പുവെക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി തമിഴ്നാട് ഗവർണർ. ഡൽഹിയിലേക്ക് പോയ ആർ എൻ രവി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് പുനഃപരിശോധനാ ഹർജി നൽകുന്നതിൽ തീരുമാനമെടുക്കും. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കുറ്റപ്പെടുത്തി. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പുവയ്ക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ ചരിത്രവിധിയുടെ ആഘാതം മറികടക്കാൻ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് തമിഴ്നാട് ഗവർണർ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലേക്ക് പോയ ആർ എൻ രവി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണും. സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. നിയമവശം പരിശോധിച്ച ശേഷം കോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. കോടതി വിധിക്ക് പിന്നാലെ ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകളും നിയമമായി മാറിയിരുന്നു. അതേസമയം ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വിമർശിച്ചു. ഭരണഘടനയെ മറന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാർ കേസിൽ വിധി പറഞ്ഞതെന്നും ധൻഖർ കുറ്റപ്പെടുത്തി. എന്തായാലും വിവാദമായ 10 ബില്ലുകളിലെ തർക്കവും നിയമ പോരാട്ടവും അടുത്തെങ്ങും അവസാനിക്കുന്ന മട്ടില്ല. 24 ചെന്നൈ.